Good morning, students. Welcome to classes on Development Economics. Today we will be dealing with Human Poverty Index, HPI. Human Poverty Index was an indication of the poverty of community in a country developed by United Nations and was first reported as a part of Human Deprivation Report in 1997. So, Human Poverty Index was first reported as a part of Human Deprivation Report in 1997. അപ്പോൾ ഹ്യൂമൻ ഡിപ്രൈവേഷൻ റിപ്പോർട്ട് 1997 യുണൈറ്റഡ് നേഷൻസ് പബ്ലിഷ് ചെയ്ത ഹ്യൂമൻ ഡിപ്രൈവേഷൻ റിപ്പോർട്ടിലാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. So, Human Poverty Index, HPI, is an indication of poverty of community in a country. ഒരു രാജ്യത്ത് ഉള്ള ആളുകളുടെ പോവർട്ടീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. It was considered to better reflect the extent of deprivation in deprived countries compared to HDI. അപ്പം ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് രാജ്യത്തുള്ള ആളുകളുടെ ഡിപ്രൈവേഷൻസ്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ അവർ ഡിപ്രൈവ്ഡ് ആണ്, അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പോവർട്ടിയുടെ എക്സ്റ്റെൻറ്റ് എന്തോരമാണ്, അവർക്ക് എന്തെല്ലാം ഇല്ലാഴികകളുണ്ട്, ഇങ്ങനത്തെ ഡിപ്രൈവേഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. അപ്പോൾ HDIയിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒരു കൺട്രിയിലുള്ള ആളുകൾ എന്തോരം ഡെവലപ്ഡ് ആണ്, അവർക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. HDI എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള മെഷറാണ് HDI. എന്തെല്ലാം ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ളൊരു മെഷറാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അതേസമയം ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഡിപ്രൈവേഷൻസ് ഉണ്ട്, എന്തെല്ലാം ഇല്ലാഴികകളുണ്ട്. അപ്പം HDI ഒരു പോസിറ്റീവ് മെഷറും HPI ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെഷറുമാണ് HPI. ഇപ്പോൾ പോവർട്ടിയും ഡെവലപ്മെൻറ്റും തമ്മിൽ, ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, പോവർട്ടി എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പം പോവർട്ടീനെ മെഷർ ചെയ്യുന്ന ഇൻഡെക്സിലുള്ള ഇൻഡിക്കേറ്റേഴ്സും എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ. HPI concentrates on deprivation in three essential elements of human life already reflected in HDI. അപ്പോൾ HDI യൂസ് ചെയ്യുന്ന അതേ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ HPIനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ HDIയിൽ യൂസ് ചെയ്ത ലോഞ്ചിവിറ്റി, നോളജ്, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ മൂന്ന് ഡയമെൻഷൻസ് തന്നെയാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. HDIയിൽ ലോഞ്ചിവിറ്റി കൊണ്ട് നമ്മളെന്താ ഒരു 60 അല്ലെ 70 ഇയേഴ്സിൽ കൂടുതൽ ജീവിക്കാനുള്ള ആളുകളുടെ ആ ഒരു പ്രോബബിലിറ്റി, അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ 70 വയസ്സിൽ അല്ലെ 60 വയസ്സിൽ എത്തുന്നതിന് മുമ്പ് മരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ HPIയിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം പോസിറ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു, HPIയിൽ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ HDIയിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ മൂന്ന് ഡയമെൻഷൻസ് തന്നെയാണ് HPIയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോഞ്ചിവിറ്റി, നോളജ് ആൻഡ് എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഈ മൂന്ന് ഡയമെൻഷൻസുമാണ് നമ്മൾ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൽ യൂസ് ചെയ്യുന്നത്. HPI is derived separately for developing countries and OECD countries. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലും രണ്ട് മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോവർട്ടി മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ HPI തന്നെ, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് തന്നെ രണ്ട് മെഷറുണ്ട്. HPI-1 which is used for computing the human poverty in developing countries, and HPI-2 is used for computing human poverty in OECD countries. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ പോവർട്ടി മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് HPI-1, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് 1, ആൻഡ് OECD കൺട്രീസ്, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹൈ ഇൻകം കൺട്രീസിൽ പോവർട്ടി മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് HPI-2. So, types of human poverty index. There are two types of human poverty index, HPI-1 for developing countries and HPI-2 for developed OECD countries. First, let us focus on human poverty index for developing countries, HPI-1. HPI-1 measures deprivations in three basic dimensions of human development captured in HDI.
സോ HDIയിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ ഡയമെൻഷൻസ് തന്നെയാണ്, 3 ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് തന്നെയാണ് നമ്മൾ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് 1 അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലെ പോവർട്ടി മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആയ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് HPI 1 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്സ് വെബ്സൈറ്റ് summarizes this as a composite index measuring deprivations in 3 basic dimensions captured in Human Development Index: a long and healthy life, knowledge and a decent standard of living. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ HPIനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ HPI 1നെ കുറിച്ച് പറയുന്നത് HDIയിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ 3 ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ഡിപ്രൈവേഷൻസിനെ, ഇല്ലായ്മകളെ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് HPI 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ HDIയിൽ യൂസ് ചെയ്യുന്ന 3 മെഷേഴ്സ് അല്ലെങ്കിൽ 3 ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇവിടെ ഈ 3 ഡയമെൻഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ HDIയിൽ യൂസ് ചെയ്യുന്ന ഈ 3 മെഷേഴ്സിനെ തന്നെയാണ് നമ്മൾ HPI 1 യൂസ് ചെയ്യുന്നത്. സോ നൗ ലെറ്റ് us move on to the calculation of HPI 1. Calculating HPI 1 is more straightforward than calculating HDI. The indicators used to measure the deprivations are normalized between 0 and 1, and the formula used in calculating HPI 1 is shown in the slide 4. സോ HPI 1 HDI കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് നമ്മൾ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ HPI 1ൻ്റെ വാല്യൂസ് 0 to 100, 100ൻ്റെ ഇടയ്ക്കായിരിക്കും. 0 എന്ന് പറയുന്നതായിരിക്കും വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള വാല്യൂ. 100 എന്ന് പറയുന്നത് മോസ്റ്റ് അൺഡിസൈറബിൾ വാല്യൂ ആണ്. അതായത് ആഗ്രഹിക്കുന്നില്ല പോവർട്ടിയും ഡിപ്രൈവേഷൻസും കൂടണം എന്നുള്ളത്. അപ്പം ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ HPI വാല്യൂ ഇസ് ബിറ്റ്വീൻ 0 and 100, ആൻഡ് 0 ഈസ് ദി മോസ്റ്റ് ഡിസൈറബിൾ വാല്യൂ ആൻഡ് 100 ഈസ് മോസ്റ്റ് അൺഡിസൈറബിൾ വാല്യൂ. അപ്പോൾ പോവർട്ടിയും ഡിപ്രൈവേഷനും ഏറ്റവും കുറഞ്ഞിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നത് 0 എന്ന് പറയുന്ന വാല്യൂ ആണ്. 100 അൺഡിസൈറബിൾ ആണ്. പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDIയിൽ നേരെ തിരിച്ചാണ്. ഡെവലപ്മെൻറ്റ് കൂടുക എന്ന് പറയുമ്പോൾ HDIയുടെ വാല്യൂ കൂടണം. 100 എന്ന് പറയുമ്പോൾ ഡിസൈറബിൾ ആയിരിക്കും അവിടെ. 0 എന്ന് പറയുന്നത് തീരെ അൺഡിസൈറബിൾ. അപ്പം HPIയിൽ നമ്മൾ ഡിപ്രൈവേഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഇൻഡെക്സിൻ്റെ വാല്യൂ ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് ഡിസൈറബിൾ. ഓക്കെ, HDIയിലാണെങ്കിൽ നേരെ തിരിച്ച്. അത് നമ്മൾ മനസ്സ് വിചാരിക്കുക. Now let us focus on the equation of Human Poverty Index 1, HPI 1. The equation for HPI 1 equal to 1/3 into P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha, the whole raised to 1 by alpha. So here Human Poverty Index 1 is measured using P1, P2, P3 and alpha, where P1 is the probability at birth not surviving to age 40. അപ്പം നമ്മൾ നെഗറ്റീവായിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഈ പ്രോബബിലിറ്റി അറ്റ് ബർത്ത് നോട്ട് സർവൈവിങ് ടു ഏജ് 40 എന്ന് പറയുന്നത് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെഷറാണ്. അപ്പോൾ നമ്മൾ HDIയിൽ പോസിറ്റീവായിട്ടാണ് അതിനെ എടുക്കുന്നത്. ഇവിടെ HPIയിൽ നമ്മൾ നെഗറ്റീവ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡയമെൻഷനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് പ്രോബബിലിറ്റി അറ്റ് ബർത്ത് നോട്ട് സർവൈവിങ് ടു ഏജ് 40, 40 വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കാതിരിക്കുന്നു അതിൻ്റെ ഒരു പ്രോബബിലിറ്റി. 40 വയസ്സിന് മുമ്പേ മരിച്ചു പോകാനുള്ള ഒരു പ്രോബബിലിറ്റി, ആളുകൾ മരിച്ചു പോകാനുള്ള പ്രോബബിലിറ്റി എന്തോരമുണ്ട്, അതാണ് P1 കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ നെഗറ്റീവ് ഇൻഡിക്കേറ്റർ. P2 അഡൽട്ട് ഇല്ലിട്രസി റേറ്റ്. അഡൽട്ട് എന്തോരം അഡൽട്ടുകൾ ഇല്ലിട്രേറ്റ് ആണ്. HDIയിലാണെങ്കിൽ നമ്മൾ അഡൽട്ട് ലിറ്ററസി ആയിരിക്കും എടുക്കുക. എന്തോരം ആളുകൾ ലിറ്ററേറ്റ് ആണെന്നാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഹിയർ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൽ നമ്മൾ ഈ ലിറ്ററസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ അറ്റൈൻമെൻറ്റിനെ നമ്മൾ നെഗറ്റീവായിട്ട് എന്തോരം ഇല്ലാഴികയുണ്ട്, എന്തോരം ഡിപ്രൈവേഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അഡൽട്ട് ഇല്ലിട്രസി റേറ്റ് ആണ് P2 കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. P3 unweighted average of population not using an improved water source and children underweighted for age. അപ്പോൾ അണ്ടർവെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം,
അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ സോഴ്സ്, പൊല്യൂട്ടഡ് അല്ലാത്ത നല്ല വാട്ടർ ലഭിക്കുന്ന പോപ്പുലേഷൻ്റെ എണ്ണം, ഇതാണ് നമ്മൾ P3 മെഷർ ചെയ്യുന്നത്. അപ്പോൾ P1 പ്രോബബിലിറ്റി അറ്റ് ബർത്ത് നോട്ട് സർവൈവിങ് ടു ഏജ് 40, 40 വയസ്സ് എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകാനുള്ള ആളുകളുടെ പ്രോബബിലിറ്റി. P2 അഡൽട്ട് ലിറ്ററസി റേറ്റ്. P3 എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് വാട്ടർ സോഴ്സ് ഇല്ലാത്ത, നല്ല വാട്ടർ സോഴ്സ് ഇല്ലാത്ത പോപ്പുലേഷൻ്റെ ആവറേജ്. ഇതാണ് P3 നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ ആൽഫ ഇസ് കൺസിഡേർഡ് ഓർ കമ്പ്യൂട്ടഡ് ആസ് 3. ആൽഫേനെ നമ്മൾ 3 ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. അപ്പം ഈ P1, P2, P3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HPI1 നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. HPI1 എന്ന് പറയുന്നത് എന്താണ്? 1/3 ഇൻറ്റു P1 റേസ് ടു ആൽഫ പ്ലസ് P2 റേസ് ടു ആൽഫ പ്ലസ് P3 റേസ് ടു ആൽഫ ദ ഹോൾ റേസ് ടു 1/ആൽഫ. ആൽഫ നമ്മൾ 3 ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്? നമ്മൾ P1, നമ്മുടെ P1, P2, P3 നമ്മൾ റേസ് ടു ആൽഫ വെച്ച് നമ്മൾ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. P1 റേസ് ടു ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നു, P2 റേസ് ടു ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നു, P3 റേസ് ടു ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൽഫ എന്ന് പറയുന്നത് 3 ആണ്. അതായത് P1 റേസ് ടു 3, P2 റേസ് ടു 3, P3 റേസ് ടു 3 ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ആവറേജ് എടുക്കുന്നു. ഇത് 3 ഇൻഡിക്കേറ്റർ അല്ലേ, അപ്പോൾ അല്ലെങ്കിൽ 3 മെഷർ അല്ലേ. അപ്പം P1 റേസ് ടു ആൽഫ പ്ലസ് P2 റേസ് ടു ആൽഫ പ്ലസ് P3 റേസ് ടു ആൽഫ ഡിവൈഡഡ് ബൈ 3 അല്ലെങ്കിൽ ഇൻറ്റു 1/3 അതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുന്നു. പിന്നെ ആ കിട്ടുന്ന വാല്യൂ ദ ഹോൾ റേസ് ടു 1/ആൽഫ. ഇതാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് HPI1 കുറേ വാല്യൂ തന്നിട്ട് HPI1 കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറയില്ല. ജസ്റ്റ് HPI1ൽ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ്, ഏതൊക്കെ ഡയമെൻഷൻസാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് HPI1ൻ്റെ ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ HPI1ൻ്റെ ഇക്വേഷൻ എന്താണ്? 1/3 ഇൻറ്റു P1 റേസ് ടു ആൽഫ പ്ലസ് P2 റേസ് ടു ആൽഫ പ്ലസ് P3 റേസ് ടു ആൽഫ ദ ഹോൾ റേസ് ടു 1/ആൽഫ. സെക്കൻഡ് type of HPI is HPI2, Human Poverty Index for selected OECD countries. HPI2 ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് 2 എന്ന് പറയുന്നത് എന്താ? ഡെവലപ്ഡ് കൺട്രീസിൽ, സെലക്റ്റഡ് OECD കൺട്രീസിൽ ഡിപ്രൈവേഷൻസ് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് HPI2. HPI2 was developed for selected Organizations for Economic Cooperation and Development OECD countries. അപ്പോൾ സെലക്റ്റഡ് OECD കൺട്രീസിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഡിപ്രൈവേഷൻസ് മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് HPI2. HPI2 measures deprivations in the same dimensions as HPI1 and also captures social exclusion. അപ്പോൾ HPI1ൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അതേ മെഷേഴ്സ് തന്നെയാണ് HPI2വിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ HPI1ൽ നമ്മൾ 3 മെഷേഴ്സാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താണ്, സോഷ്യൽ എക്സ്ക്ലൂഷനും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് HPI2 ഫ്രെയിം ചെയ്തിരിക്കുന്നത്. HPI2വിൽ HPI1ൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 3 ഡയമെൻഷൻസ്, അതിനോടൊപ്പം സോഷ്യൽ എക്സ്ക്ലൂഷനും കൂടി ആഡ് ചെയ്യുന്നു. സോ HPI1ൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 3 ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്. ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളജ്, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതിൻ്റെ കൂടെ നമ്മൾ സോഷ്യൽ എക്സ്ക്ലൂഷനും കൂടി ആഡ് ചെയ്യുന്നു. സോ ഇൻ HPI2 deprivations are measured in 4 dimensions. First, long and healthy life. A long and healthy life is measured using vulnerability to death at a relatively early age as measured by the probability at birth of not surviving at age 60. അപ്പം ഇതിനു മുമ്പ് HPI1ൽ പ്രോബബിലിറ്റി അറ്റ് ബർത്ത് നോട്ട് സർവൈവിങ് ടു ഏജ് 40 ആണ് നമ്മൾ എടുത്തത്. ഇത് കുറച്ചും കൂടി ഡെവലപ്ഡ് കൺട്രിയാണ്. അപ്പം നമ്മൾ ആ 40ക്ക് പകരം നമ്മൾ 60 ആണ് എടുക്കുന്നത്. 60 വയസ്സിന് മുമ്പ് മരിച്ചു പോകാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രിയിൽ നമ്മൾ 40 ആണ് ഏജ് ലിമിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 60 ആണ് ഏജ് ലിമിറ്റ് എടുത്തിരിക്കുന്നത്, കാരണം ഇത് കുറച്ചുകൂടെ ഡെവലപ്ഡ് കൺട്രിയാണ്. സോ എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ഇസ് മെഷേർഡ് യൂസിങ് ദി vulnerability to death at a relatively early age, say the probability at birth of not surviving to age 60. Second dimension, knowledge. Exclusion from the world of reading and communications as measured by percentage of adults lacking functional literacy skills. So here ഇതൊരു ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ
ഫങ്ഷണൽ ഇല്ലിട്രസിയാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്തത്, നെറ്റ് യൂസ് ചെയ്യാൻ അറിയാത്തത്, ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മാത്രമല്ല, ലാംഗ്വേജ് സ്കിൽസ് അല്ലെങ്കിൽ എഴുതാൻ അറിയാമെങ്കിൽ ലിറ്ററേറ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യത്തില്ല. ഫങ്ഷണൽ ലിറ്ററസി സ്കിൽസും കൂടെ നോക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ, ഒരു ട്രാൻസാക്ഷൻസ് ഓൺലൈൻ നടത്താനുള്ള ഒരു കഴിവുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫങ്ഷണൽ ലിറ്ററസി സ്കിൽസും കൂടി ഇവിടെ നോളജ് എന്ന് പറയുന്ന ഡയമെൻഷനിൽ യൂസ് ചെയ്യുന്നു. ദെൻ തേർഡ് ഡയമെൻഷൻ, a decent standard of living. Decent standard of living is measured by percentage of people living below the poverty line. പോവർട്ടി ലൈനിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ എന്തോരം ആളുകൾ പോവർട്ടിയിൽ താമസിക്കുന്നുണ്ട്, ബിലോ പോവർട്ടി ലൈനിൽ എന്തോരം ആളുകളുണ്ട് എന്ന് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ സോഷ്യൽ എക്സ്ക്ലൂഷൻ, ആ HPI 1-ൽ ഇല്ലാത്ത ഒരു അഡീഷനാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഡയമെൻഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ദ റേറ്റ് ഓഫ് ലോങ് ടേം അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പം 12 monthsൽ കൂടുതൽ, അതായത് ഒരു വർഷത്തിൽ കൂടുതൽ ആളുകൾ എന്തോരം ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നു, അതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഒരു മെഷറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ HPI 2 is for selected developed countries, OECD countries, and HPI 2 uses 4 dimensions: a long and healthy life, knowledge, decent standard of living, and social exclusion. Now let us move on to the calculation of HPI 2. HPI 2 can be calculated using the equation 1/4 into P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha plus P4 raised to alpha, the whole raised to 1/alpha. Here, P1 is probability at birth of not surviving to age 60. P2 is percentage of adults lacking functional literacy skills. P3 is percentage of population below income poverty line. And P4 is rate of long-term unemployment. അപ്പോൾ ഇവിടെ P1 എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി അറ്റ് ബർത്ത് ഓഫ് നോട്ട് സർവൈവിങ് ടു ഏജ് 60. ആ ഒരു എന്താണ് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫിൻ്റെ മെഷർ നെഗറ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്യണം. 60 വയസ്സെത്തുന്നതിന് മുമ്പ് മരിക്കാനുള്ള പ്രോബബിലിറ്റി P1. P2 എന്ന് പറയുന്നത് ഫങ്ഷണൽ ലിറ്ററസി ഇല്ലാത്ത അഡൽട്സിൻ്റെ പെർസെൻറ്റേജ് ആണ് P2. P3 എന്താണ്? ബിലോ പോവർട്ടി ലൈനിൽ ജീവിക്കുന്ന ആളുകളുടെ പെർസെൻറ്റേജ്. P4 സോഷ്യൽ എക്സ്ക്ലൂഷനെ മെഷർ ചെയ്യുന്ന, അതായത് ലോങ് ടേം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് P4. ആൻഡ് ആൽഫ ഹിയർ ഇസ് 3 തന്നെയാണ്. P1-ൽ നമ്മൾ ആൽഫ 3 ആയിട്ടാണ് എടുത്തത്. HPI 1-ൽ നമ്മൾ ആൽഫ 3 ആയിട്ടാണ് എടുത്തത്. HPI 2-ൽ നമ്മൾ ആൽഫ 3 ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സോ HPI 2 is equal to 1/4. ഇവിടെ 4 ഇൻഡിക്കേറ്റർ അല്ലേ ഉള്ളത്. അപ്പോൾ ആ 4 ഇൻഡിക്കേറ്ററിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുന്നു. 1/4 ഇൻറ്റു P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha plus P4 raised to alpha, the whole raised to 1/alpha. ഇതാണ് HPI 2-ൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ P1 കാൽക്കുലേറ്റ് ചെയ്യുന്നു, P2 കാൽക്കുലേറ്റ് ചെയ്യുന്നു, P3 P4 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതിനെല്ലാം നമ്മൾ എന്താണ് ആൽഫ അല്ലെങ്കിൽ റേസ് ടു 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. P1 raised to 3 അല്ലെങ്കിൽ P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha plus P4 raised to alpha കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ആവറേജ് എടുക്കുന്നു. 1/4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ അതെന്താണ്? ഹോൾ റേസ് ടു ഈ എല്ലാ വാല്യൂ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ഹോൾ റേസ് ടു 1/alpha കൊണ്ട് ആൽഫ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് HPI 2. സോ ദി ഇക്വേഷൻ ഫോർ HPI 2 is equal to 1/4 into P1 raised to alpha plus P2 raised to alpha plus P3 raised to alpha plus P4 raised to alpha, the whole raised to 1/alpha. അപ്പോൾ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊന്നും പറഞ്ഞു ഒരിക്കലും നിങ്ങളോട് ചോദിക്കത്തില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഏതൊക്കെ ഡയമെൻഷൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, ഈ ഇക്വേഷനും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഒരിക്കലും HPI 1 കാൽക്കുലേറ്റ് ചെയ്യും, HPI 2 കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ HDI കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒരിക്കലും വരത്തില്ല. നിങ്ങളോട് ഒരു ഷോർട്ട് നോട്ടായിട്ടോ ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ടോ HPI ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ
ഏതൊക്കെയാണ് ഡയമെൻഷൻസ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ മെഷേഴ്സാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇക്വേഷൻ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, കാൽക്കുലേഷൻ നമുക്ക് പഠിക്കാനില്ല. I hope this class is clear. Thank you, students.